ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവീൻദാസിനെ കുറച്ച് പൈസയൊക്കെ കൊടുത്ത് ഒതുക്കി നമ്മുടെ ആൻ്റണി. ശ്രുതിയെ പറ്റിയുള്ള രഹസ്യമൊക്കെ പറയുന്നത് വരെ കുറേ ഇടി ഞാൻ തന്നതല്ലേ, ഇതും കൂടെ അങ്ങ് വെച്ചോന്ന് പറഞ്ഞു കുറച്ച് പൈസയും കൂടെ കൊടുത്ത് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാൻ പറഞ്ഞു വിടുക. അപ്പോൾ തരാനുള്ളതൊക്കെ തന്നെ ടൂറിന് പറഞ്ഞയക്കുകയാണെന്ന് ഇയാൾ ചോദിച്ചു, ഈ നവീൻദാസ്. അങ്ങനെ എനിക്കിനി അവളുടെ പിറകെ ചോദിച്ചുകൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല. നീ അവളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കേ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഷെയർ എനിക്ക് തന്നാൽ മതിയെന്നും നവീൻദാസ് പറയാം. നീ പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്തോളാവെന്നും പറഞ്ഞു. ശരി, നീ എന്തായാലും ഒന്ന് കറങ്ങിയേച്ചൊക്കെ എൻ്റെ അടുത്തേക്ക് വാ, അപ്പം ഞാൻ പറയാം എന്ത് ചെയ്യണമെന്ന്. നീ പോയിട്ട് വാ എന്ന് പറഞ്ഞു. ശരി എന്നാൽ ഓക്കെ. പിന്നെ അവളുടെ മുന്നിലെങ്ങും പോയി പെടാതെ നോക്കിക്കോളണം എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റെന്നേന്നും പറഞ്ഞു. നവീൻദാസ് അവിടെ നിന്ന് അങ്ങ് പോയി. അത് കഴിഞ്ഞ് ആൻ്റണി ഭയങ്കര സന്തോഷത്തോടെ വിജയിച്ച് ഇതിലിങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ശ്രുതിയാട്ടോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഓരോന്ന് ആലോചിച്ച് തല പുകഞ്ഞിങ്ങനെ നടക്കുക. ശരാ, ഞാൻ ചെയ്യുന്നതൊക്കെ എനിക്ക് തന്നെ വിനയായിട്ട് തിരിഞ്ഞു ഒത്തു കാണല്ലോ എന്നും പറഞ്ഞു. ഒരു രക്ഷയില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. പേടിയാവുന്നുണ്ടല്ലോ. 2 ലക്ഷം രൂപ കാണുന്നില്ല, ആരോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ആൻറ്റിയും ഭാമാൻ്റെയും പോലീസിലെങ്ങാനും കംപ്ലൈൻറ്റ് കൊടുക്കുമോ എൻ്റെ ദൈവമേ, ഞാൻ പിടിക്കപ്പെട്ടു പോവോ? പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതോട് തീർന്നു, എല്ലാം അവസാനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ആകാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു വല്ലാത്തൊരു ഇതിലിങ്ങനെ നിൽക്കുക ശ്രുതി. ഈ സമയത്ത് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഈ വീക്കെൻഡിൽ തന്നെ പ്രോഡക്റ്റ്സ് എല്ലാം എത്തും, അപ്പം ഞാൻ സാറിനെ അങ്ങോട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് ഫോണിൽ സംസാരിക്കുന്നു. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, ആദ്യം പ്രോഡക്റ്റ് ഒന്ന് വന്നോട്ടെ. ശരി സാർ, ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ സംസാരിക്കുമ്പോഴും ശ്രുതി ഇങ്ങനെ ആദ്യം തിന്ന് നിൽക്കുക. ശ്രുതി പ്രശാന്ത് സാറാ വിളിച്ചതെന്നൊക്കെ പറയും, പക്ഷേ ശ്രുതി ഇതൊന്നും കേൾക്കുന്നില്ല, മറ്റേ ചിന്തയിൽ നിൽക്കുകയല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സബ് ഡീലർഷിപ്പ് വേണമെന്നും പറഞ്ഞ് ഒരു 10-20 തവണയായിട്ട് വിളിക്കുകയാണെന്നും മുമ്പൊക്കെ ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ പോലും ഫോൺ എടുക്കാതിരുന്ന ആളാണെന്നും ഇപ്പം ഈ ശ്രുതിയെ ഇങ്ങോട്ട് വിളിച്ച് കെഞ്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ്. അപ്പോഴും ശ്രുതി വേറെ ലോകത്താ. ഇതുപോലെ ഇനി എത്ര പേരാ വിളിക്കാൻ കിടക്കുന്നേ, വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ശ്രുതി, നീ ഇത് ഏത് ലോകത്താണെന്ന് ചോദിച്ചു. ഞാൻ ഈ പറയുന്നത് വല്ലതും നീ കേട്ടോ? ഞാൻ കേട്ടല്ലോ, ഞാൻ കേട്ടു. നിനക്കിത് എന്താ പറ്റിയത്? ഷോറൂമിൽ നിന്ന് ഞാൻ ശ്രദ്ധിച്ചതാ. നിനക്കൊരു കോൾ വന്നതിൽ പിന്നെ നിന്റെ ഭാവം ഒക്കെ മൊത്തത്തിൽ അങ്ങ് മാറിയല്ലോ ശ്രുതി. ഒന്നുമില്ല, അതൊക്കെ ശ്രുതിക്ക് വെറുതെ തോന്നുന്നതാ. അതൊന്നും അല്ല. നിന്നോട് ഷോറൂമിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ടാ ഞാൻ ബാങ്കിലേക്ക് പോയത്. എന്നിട്ട് നീ സ്റ്റാഫിനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് മുങ്ങി. മുങ്ങാനോ? എങ്ങോട്ട് മുങ്ങാൻ? ഞാൻ ക്ലയൻറ്റ് വിളിച്ചിട്ട് പോയതാണെന്ന് ശ്രുതിയോട് പറഞ്ഞിരുന്നതല്ലേ എന്ന് ചോദിച്ചു. എനിക്ക് ഷോറൂമിൽ മാത്രം നിന്നാൽ മതിയോ ശ്രുതി? എൻ്റെ ജോലിയും കൂടി എനിക്ക് ചെയ്യണ്ടേ? എന്നോട് പറഞ്ഞു ക്ലയൻറ്റ് വിളിച്ചിട്ടാണ് പോയതെന്ന്. എന്നിട്ട് നീ അമ്മയോട് പറഞ്ഞത് ഫംഗ്ഷന് മേക്കപ്പ് ചെയ്യാൻ പോയി എന്നുള്ളതല്ലേ എന്ന് ചോദിച്ചു. അതെ. എന്നിട്ട് വീട്ടിൽ വന്ന് കയറി ഉടനെയോ മീരയെ കാണാൻ പോയെന്നും നീ പറയുന്നുണ്ടല്ലോ. ഇതെന്താ ശ്രുതി ഇത്? അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ശ്രുതി വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു. ഇപ്പോഴെന്തേ അത് മാറിയിട്ടൊന്നുമില്ല. ശ്രുതിക്ക് അന്നേരം ദേഷ്യം വന്നു. ശ്രുതി അന്നേരം ദേഷ്യപ്പെട്ട് ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ. ശ്രുതി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്ന് പറയാൻ പറഞ്ഞു. പ്രശ്നം ഉണ്ടെങ്കിൽ ശ്രുതി അത് പരിഹരിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയോട് ദേഷ്യപ്പെടുക. എൻ്റെ പൊന്ന് ശ്രുതി, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, എനിക്ക് കുറച്ച് സ്വസ്ഥതയെങ്കിലും തരാവോ? ശ്രുതി ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു ദേഷ്യപ്പെട്ടു. അല്ലാതെ ഞാൻ പ്രശ്നം തീർക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് പോയി. ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ വിളിച്ചിട്ടും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ചേടാ, ഇവർക്ക് ഇതെന്നാ പറ്റിയേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ ഇരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ചേച്ചി ഭാമയുടെ വീട്ടിൽ സാരി വിൽക്കാൻ വന്നു. ആ സമയത്ത് ചന്ദ്രയെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ സാരി കൊണ്ടുവന്ന് ഈ ചേച്ചി ഈ ചന്ദ്രയുടെ ദേഹത്തേക്ക് വെച്ചിട്ട് ചേച്ചിക്ക് ഇത് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. ആണോ? ഭാമ നേരം തിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ മേഡം കാണാൻ സുന്ദരിയെ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര തള്ള്. അപ്പോൾ ഈ സാരിയുടെ കളർ കുറച്ച് ഡള്ളാ, പക്ഷേ ഇത് മേഡത്തിൻ്റെ കളർ വെച്ച് നോക്കുമ്പോൾ ഇത് എടുത്ത് കാണിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇവൾക്ക് നന്നായിട്ട് കച്ചവടം ചെയ്യാൻ അറിയാമല്ലോ എന്നും ഭാമ മനസ്സിൽ പറയുക. ചന്ദ്ര മതി മറന്നിരിക്കാം. ചന്ദ്രൻ, മഴ വരാനുള്ള സാധ്യതയുണ്ട്, ഞാൻ ടെറസിൽ പോയി ഉണങ്ങിയ തുണി എടുത്തുകൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ മഴയൊന്നും വരത്തില്ല, നീ ഇത് നോക്കി നല്ല ഒരെണ്ണം എടുത്തു തരാൻ പറഞ്ഞു. അപ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ രേവതി അങ്ങോട്ടേക്ക് കയറി വന്നപ്പോഴേക്കും ഇവരെല്ലാവരും സാരി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ രേവതി, എന്താ വൈകിയെന്ന് ചോദിച്ചു ഭാമ. ഇന്ന് കുറച്ച് അധികം ഓർഡർ ഉണ്ടായിരുന്നു ആൻറ്റി എന്ന് രേവതി പറയുമ്പോൾ, കുറേ ഉണ്ടല്ലോ, എന്തിനാടി ഇത്രയും പൂവ്? അത് പിന്നെ ഇന്ന് വൈകുന്നേരം ഒരു പൂജ ഉണ്ടെന്ന് പറഞ്ഞു രേവതിയെ. ഈ ഡിസൈൻ നോക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാരി ഇതിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആൻറ്റി ഞാനിത് അകത്തുകൊണ്ട് വെക്കണോ അതോ? അപ്പോൾ നിനക്ക് വേറെ ആരുമില്ല ഭാമയെ പൂ മേടിക്കാൻ, ഇവളോട് എന്തിനാണ് വാങ്ങിക്കുന്നേ എന്ന് ചോദിച്ച് ചന്ദ്ര. രേവതി പൂ വിൽക്കുന്ന പൂക്കളെ ഫ്രഷാ, ഇവളെപ്പോലെ തന്നെ നന്നായി മാല കെട്ടുന്ന ആരുണ്ട് ഈ നാട്ടിലെന്നൊക്കെ ഭാമ ചോദിക്കുമ്പോൾ
എന്നാലും ഒരു അവാർഡ് കൂടി മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ചന്ദ്ര കളിയാക്കി. അപ്പോഴത്തേക്ക് സാരി വെക്കുന്ന ചേച്ചി കളിയാക്കി ചിരിക്കാം. അപ്പോൾ മഴ ഇപ്പോൾ പെയ്യും, ഉണങ്ങാനിട്ട് തുണി ഇപ്പം നനഞ്ഞപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഭാമ പോകാൻ നോക്കും. ഭാമേ നീ അവിടെ ഇരിക്കുക, എടി ടെറസിൽ ചെന്ന് തുണി എടുത്തോണ്ട് വാ, ആ പൂവൊക്കെ അവിടെ വെച്ചിട്ട് അത് എടുത്തോണ്ട് വന്ന് മുറിക്കകത്ത് കൊണ്ട് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ വേണ്ട ചന്ദ്ര, അവൾക്ക് പൂ കൊടുക്കാനില്ലേ എന്ന് ചോദിച്ചു. രേവതി നീ പോയിക്കോ, ഞാൻ പിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു. പൂവൊക്കെ അവൾ പിന്നെ കൊടുത്തോളും, സമയമുണ്ട്, നീ പോ, നീ ആ തുണി എടുത്തുകൊണ്ട് ഈ മുറിയിൽ വെക്കടി ചെല്ലെന്ന് പറഞ്ഞു. അങ്ങനെ രേവതിയെ പറഞ്ഞു വിടുക. അപ്പോഴേക്കും അവിടെ സാരിയൊക്കെ സെലക്ട് ചെയ്തു. അപ്പോഴത്തേക്കും രേവതി തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് രേവതി മടക്കി വെക്കുമ്പോൾ നീ അതൊന്നും ചെയ്യേണ്ട രേവതി, ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ സാരമില്ല ആൻറ്റി, ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു കേട്ടോ. നിനക്ക് മാർക്കറ്റിൽ നിന്ന് പൂ വെറുതെ കിട്ടുമെന്ന് ചോദിച്ചു. പൈസ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ ആൻറ്റി എനിക്ക് അയച്ചു തരുന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ ശരിയേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് സാരി അവിടെ കൊണ്ടിരിക്കുമ്പോൾ ഭാമയോട് പൈസ എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. ഭാമ പൈസ എടുക്കാനായിട്ട് എന്ന് അലമാരി തുറന്നപ്പോൾ അലമാരിയിൽ പൈസ ഇല്ല. അയ്യോ ഈ പൈസ അലമാരിയിലല്ലോ, അത് എവിടെ പോയി? അപ്പോഴത്തേക്കും ചന്ദ്ര ഭാമേ കാശ് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ചന്ദ്രേ നീ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ചന്ദ്രയെ വിളിച്ചു. അപ്പോൾ ചന്ദ്ര അങ്ങ് കയറി ചെന്നു. എന്താ ഭാമയെന്ന് ചോദിച്ചു. അത് കാശ് കാണുന്നില്ലേ ചന്ദ്രേ? കാശ് കാണുന്നില്ലെന്നോ? നീ എവിടെയാ വെച്ചേ? അത് ഞാൻ അവിടെയാണ് വെച്ചതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്ര ഓടിച്ചെന്ന് അലമാരിയിലുണ്ടായിരുന്ന തുണി മുഴുവൻ വലിച്ചു വാരി ഇട്ടു. ദൈവമേ പൈസ എവിടെയൊന്നും കാണുന്നില്ലല്ലോ, നീ മറന്നു പോയോ, വേറെ എവിടെയെങ്കിലും ആണ് വെച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവിടെ തന്നെയാണ് വെച്ചതെന്ന് പറഞ്ഞു. അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ അവിടെ വെച്ച പിന്നെ എടുത്തിട്ടില്ല എന്നും പറയണു. അയ്യോ എൻ്റെ ദൈവമേ എൻ്റെ കാശ് പോയേ എന്നും പറഞ്ഞു ഭയങ്കര കരച്ചില്ല ചന്ദ്ര. അപ്പോഴേക്കും മാഡം എന്ന് പറഞ്ഞാൽ പെണ്ണ് അവിടെ നിന്ന് വിളിക്കാൻ തുടങ്ങി. ഇത് വിളിക്കുന്നു, നീ ചെല്ലാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല തരാൻ, അവർക്ക് എങ്ങനെ കാശ് കൊടുക്കുമെന്ന് ഭാമ ചോദിക്കുമ്പോൾ അയ്യോ നിന്നെ ഞാൻ കൊല്ലും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര എന്നിട്ട് പുള്ളിക്കാരുടെ അടുത്തേക്ക് പോവാം. എന്നിട്ട് അതെ നിങ്ങൾ പോയിക്കോ കേട്ടോ, സാരി ഒന്നും ഇപ്പോൾ വേണ്ട, പിന്നെ വാങ്ങിച്ചോളാവേ എന്ന് പറഞ്ഞു. അയ്യോ മാഡം അങ്ങനെ പറയരുതല്ലേ, കുഴപ്പമില്ല മാഡം, ഇതിവിടെ വെച്ചോളൂ, കാശ് ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം അത് വേണ്ട, ഞാൻ പിന്നീട് വാങ്ങിക്കാമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ വേറൊരു ദിവസം വരാവേ, എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് ആ പെണ്ണങ്ങ് പോയി. ആ പെണ്ണ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ദൈവമേ പൈസ എവിടെ പോയി? നിന്റെ കാട്ടായം കണ്ടാൽ തോന്നൂല്ലോ നിന്റെ പൈസ എടുത്ത് ഞാൻ ചിലവാക്കിയതാണെന്ന്. ഓ അവരെന്ത് വിചാരിച്ചപ്പോൾ എനിക്കെന്താ, എൻ്റെ കാശ് എവിടെ എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ നോക്കിയിട്ട് കാശ് കാണുന്നില്ല, അത് ആരോ എടുത്തതാണെന്ന് പറഞ്ഞു. അയ്യോ ആരെടുക്കാൻ എൻ്റെ ദൈവമേ, അയ്യോ നമുക്കൊന്നുകൂടെ നോക്കാം വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഓടി ചെന്ന് അതിനകത്തുണ്ടായിരുന്ന സാരി മുഴുവനും പുറത്തേക്ക് ചാടിച്ചിട്ടു. അയ്യോ ഇതിനകത്തൊന്നും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ മൊത്തം തപ്പി സാരിയും അലമാരിയും കാലിയാക്കി ചന്ദ്ര. ആ സാധനം അതിനകത്തില്ല. ആ സമയത്ത് കുറച്ച് സ്വർണം ചന്ദ്ര കണ്ടു. ആ സ്വർണ്ണമായിട്ട് എന്നിട്ട് ഭാമയുടെ അടുത്തേക്ക് ചെന്നു. സ്വർണ്ണമൊന്നും എടുത്തിട്ടില്ലല്ലോ, എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ചന്ദ്ര ഭാമയോട് പറയാം. അപ്പോൾ എൻ്റെ കാശ് മാത്രമാണ് എടുത്തത്. ആരാ എടുത്തത്? ഇവിടെ കള്ളം കയറിയോ എന്നൊക്കെ ചോദിക്കുമ്പം കള്ളനാണെങ്കിൽ ഈ സ്വർണ്ണം എടുത്തുകൊണ്ട് പോവില്ലേ എന്ന് ചോദിച്ചു ഭാമ. നമ്മൾ രണ്ടുപേരും അല്ലേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ, വേറെ ആരെടുക്കാനാണെന്നൊക്കെ ചോദിച്ചു. ഷോ എൻ്റെ ദൈവമേ വേറെ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ എന്ന് ചോദിച്ചു. സാരി വെക്കാൻ വേണ്ടി ആ സ്ത്രീ വന്നില്ലേ എന്ന് ചോദിച്ചു. അവരെയും മുറിയിലോട്ട് കയറിയത് പോലും ഇല്ലല്ലോ, വേറെ ആരും വന്നിട്ടില്ല എന്ന് പറയുമ്പോഴും അയ്യോ എൻ്റെ ദൈവമേ എൻ്റെ കാശ് മാത്രം എങ്ങനെ ഇങ്ങനെ കാണാതായത്, എൻ്റെ കാശ് എവിടെ പോയി? അപ്പോൾ വളഞ്ഞ വഴിയിലൂടെ ഉണ്ടാക്കിയ കാശല്ലേ, അത് കയ്യിൽ നിൽക്കില്ല, അത് കാണാതായതെന്നൊക്കെ ഭാമ പറയുന്നത് വായ അടിക്കുന്നുണ്ടോ, എൻ്റെ കാശ് എവിടെ പോയെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞു കിടന്ന് തുള്ളുക. അന്നേരം ഇവിടെ വേറെ ആരും വന്നില്ലല്ലോ എന്ന് ഭാമ പറഞ്ഞു. അപ്പോഴത്തേക്കും ഭാമ രേവതി വന്നില്ലേന്ന് ചോദിച്ചു. അതിന് അവൾ ഉണങ്ങാനിട്ട തുണി കൊണ്ടുവയ്ക്കാൻ മുറിയിൽ വന്നില്ലേന്നും ചന്ദ്ര ചോദിക്കാം. അപ്പോൾ രേവതി കാശ് എടുത്തതാണോ നീ പറയുന്നേ? അതെ അവൾ തന്നെ എടുത്ത്. എടി അവൾ നിന്റെ മരുമകളാണെന്നുള്ള കാര്യം നീ മറന്നു എന്ന് ഭാമ ചോദിക്കണം. ചന്ദ്ര രേവതി കാശ് എടുക്കില്ല, മോഷ്ടാക്കളുടെ കുടുംബം അത്, അവൾ തന്നെയാണ് കാശ് എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര കിടന്ന് ഉറഞ്ഞു തുള്ളുമ്പം രേവതി അങ്ങനെ ഒരു പെണ്ണല്ല, അവൾ എടുക്കില്ല എന്ന് പറഞ്ഞു. എടി പൂവിൻ്റെ കാശ് പോലും വേണ്ടെന്ന് പറഞ്ഞവളാ, കാശിനോട് ആർത്തിയുള്ള പെണ്ണല്ല അവള്, അതിനേക്കാളും കാശ് അവളുടെ കയ്യിൽ ഇരിക്കുമല്ലേ, പിന്നെ എന്തിനാ പൂവിൻ്റെ കാശ് അവൾക്ക്? അവളിവിടുന്ന് പോകുമ്പോഴേ അവളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. മോഷ്ടിച്ച കാശ് കയ്യിൽ പിടിച്ച് എല്ലാവരെയും കാണിച്ചുകൊണ്ടാണോ ഇവിടെ നടക്കുക, അത് ശരീരത്തിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് ചന്ദ്ര. ഹനനെ രക്ഷപ്പെടുത്താൻ വേണ്ടി 5 ലക്ഷം രൂപ വക്കീലിന് കൊടുത്തല്ലോ, ആ കാശ് കടം വാങ്ങിച്ചതായിരിക്കും, അത് തിരിച്ചു കൊടുക്കണ്ടേ, അതിനാ ഈ കാശ് മോഷ്ടിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം വെറുതെ ഊഹിച്ചൊന്നും പറയാൻ നിൽക്കരുത് ചന്ദ്രേ, ആ പാവത്തിൻ്റെ തലയിൽ ഇത് കെട്ടിവെക്കരുത്, അവൾ സത്യസന്ധയായിട്ടുള്ള ഒരു പെണ്ണ, ഒരിക്കലും അവൾ അത് ചെയ്യില്ല എന്ന് ഭാമ പറഞ്ഞപ്പം ഭാമയെ അവളെപ്പറ്റി നിനക്ക് ശരിക്കും അറിയില്ല, ഇത് ഉറപ്പായിട്ടും അവൾ തന്നെ എടുത്തത്, വേറെ ആരുമല്ല. എടി ഇവിടെ കാശുണ്ടെന്നുള്ള കാര്യം അവൾക്ക് എങ്ങനെ അറിയാടി? എന്തായാലും ഈ വീട്ടിൽ കാശ് കാണില്ലേ, കിട്ടുന്നത് എടുക്കാമെന്ന് വിചാരിച്ച് ഷെൽഫ് തുറന്ന് നോക്കി കാണുമായിരിക്കും. അപ്പോൾ ഈ കാശ് അവൾ കണ്ടു, അതങ്ങ് എടുത്തു, അത്രേ ഉള്ളൂ. അവൾക്ക് ലോട്ടറി അടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര കിടന്ന് ഉറഞ്ഞു തുള്ളുക. നീ ആ പൂ കെട്ടുന്നവളെ വിളിച്ച് കാശ് ഇവിടെ എത്തിക്കാൻ പറയാൻ പറഞ്ഞു. ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞു ഭാമ. എടി രേവതി അല്ല കാശ് എടുത്തതെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ, അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പം നിന്നെ ഉണ്ടല്ലോ കൊല്ലാനും എനിക്ക് തോന്നുന്നതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര കിടന്ന് ഭാമയോട് ഒച്ച വയ്ക്കുമെന്നു. ശരി നീ വിളിക്കണ്ട, കാശേ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ വാങ്ങിക്കണമെന്ന് എനിക്കറിയാം, ഞാനിപ്പോൾ വീട്ടിലേക്ക് പോവും, വീട്ടിലെത്തിയ ഉടനെ
ഞാൻ നിനക്ക് മിസ് കോൾ ചെയ്യും, അപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചേക്കണം കേട്ടോ. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. പറയുന്നൊന്ന് ചെയ്യാൻ പറ്റുമോ നിനക്ക്? ആ കാശ് എൻ്റെ കയ്യിലേക്ക് എത്തണം, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഈശ്വര, ഇനി എന്നതാണോ ഇവിടെ ഒപ്പിക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഭാമ എങ്ങനെ നിൽക്കുക. പാവ രേവതിയാണെന്നുണ്ടെങ്കിൽ പൂവൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ സച്ചി അവിടെ തൻ്റെ വണ്ടിയുടെ ടയറൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വീടിനകത്ത് നീ എന്തോന്നാടാ സച്ചി കാണിക്കുന്നത്? ഇതൊക്കെ വീടിന് പുറത്ത് ചെയ്യേണ്ട കാര്യങ്ങളല്ലേടാ, നീ എന്നോട് ഇവിടെ കൊണ്ടുവച്ച് ചെയ്യുന്നതെന്ന് അച്ഛൻ ചോദിച്ചു. ഇത് ഉപയോഗിക്കുന്ന സാധനം വെച്ചാൽ ഞാനത് ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്തതാ, ഇടയ്ക്ക് ഇതിട്ടിട്ട് ഓടിക്കുന്നതല്ലേ എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നു. അപ്പോൾ പൂ കൊടുത്തു കഴിഞ്ഞാൽ മോളെന്ന് രേവതിയെ കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു. കഴിഞ്ഞെന്നും പറഞ്ഞു. സച്ചേട്ടാ, ഞാനേ ഇന്നൊരു ഓഡിറ്റോറിയത്തിൽ പോയിരുന്നെന്നും അവിടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു കല്യാണം നടക്കുന്നുണ്ട്, അവിടെ ഓഡിറ്റോറിയം ഡെക്കറേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓർഡർ തരുമോയെന്ന് ചോദിച്ചപ്പോൾ കൊട്ടേഷൻ കൊടുക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു രേവതി. അപ്പോൾ ഏകദേശം ഇത്ര രൂപ ചിലവാകുമെന്ന് പറഞ്ഞൊരു കൊട്ടേഷനും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഓർഡർ നിനക്ക് തന്നെ കിട്ടും, നീ നോക്കിക്കോളാൻ പറഞ്ഞു. പിന്നെ അല്ലാതെ എന്ന് പറഞ്ഞ അച്ഛനും അങ്ങനെ ഇരിക്കും കേട്ടോ. അതെ, രേവതി മോൾക്ക് തന്നെ കിട്ടുമെന്ന് അച്ഛനും പറഞ്ഞു. അത് തന്നെയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതേ ഭദ്രകാളിയെ പോലെ ഉറഞ്ഞ തുള്ളി വരുവാണ് ചന്ദ്ര. ഓ, അവൻ പണിയെടുക്കുന്ന നോക്കി ചുമ്മാ ഇവിടെ ഇരിക്കുകയാണെന്നും നീ എന്താ വല്ല വർക്ക്ഷോപ്പ് തുടങ്ങാൻ പോവുകയാണോ? ഇപ്പോൾ ചായ എടുത്തിട്ട് വാടിയെന്ന് ചന്ദ്ര ദേഷ്യപ്പെടും രേവതിയോട്. എൻ്റെ പൊന്നു പൊന്ന് ചന്ദ്ര, ആ കൊച്ചു പൂവൊക്കെ വിറ്റിട്ട് വന്നൊന്ന് നടു നിവർത്താൻ വേണ്ടി ഇരുന്നതേ ഉള്ളൂ, അത് കുറച്ച് സമാധാനമായിട്ട് അവിടെ ഇരിക്കട്ടെ, ഒരു ചായയുടെ കാര്യമല്ലേ ഉള്ളൂ, നിനക്ക് അടുക്കളയിൽ പോയിട്ട് കുടിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. പിന്നെ ഇവിടെ മല മറിക്കുന്ന ജോലിയൊന്നും അല്ലല്ലോ അമ്മേ, കൂടുതലൊന്നും പറയണ്ട, ഞാൻ ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു രേവതി അങ്ങ് പോയി. ഇപ്പോൾ സമാധാനമല്ല നിനക്കെന്ന് അച്ഛൻ ചോദിച്ചു. ആ, ഇത് എന്തൊരു സ്വഭാവമാണ് ചന്ദ്ര നിൻ്റേത്. എന്നിട്ട് ആരും അറിയാതെ ഭാമയ്ക്ക് മിസ് കോൾ വിടുവാണ്. അങ്ങനെ മിസ് കോൾ വിട്ടപ്പോഴത്തേക്കും ഭാമ അത് കണ്ടു. എന്നെ ഞാൻ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. വിളിച്ചില്ലെങ്കിൽ അവളുടെ വഴക്കും കേൾക്കേണ്ടി വരും. വിളിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭാമ ഫോൺ എടുത്ത് വിളിച്ചു. ആ, ഹലോ, പറ ഭാമേ, എന്താ? അല്ല, ഞാൻ വിളിക്കാൻ വേണ്ടിയല്ലേ നീ മിസ് കോൾ ചെയ്തത്? എനിക്കൊന്നും പറയാനില്ല. ആ, നീ പറയാൻ പറഞ്ഞു. എന്ന് പറഞ്ഞു ചന്ദ്ര ഒരു ഒറ്റ ഞെട്ടല്. എന്താ പറഞ്ഞേ? ഷെൽഫിൽ വെച്ച് പൈസ കാണുന്നില്ലെന്നോ? അപ്പോഴത്തേക്കും സച്ചിയും അച്ഛനും ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതിയും വന്നു. ശ്രുതിയുടെ ചങ്കിടിക്കാൻ തുടങ്ങി, കിലുകിലാന്ന് വിറയ്ക്കാൻ തുടങ്ങി ശ്രുതി. ഭാമ ഇതൊക്കെ കേട്ട് അന്തം വിട്ടു നിൽക്കുക. അയ്യോ, 2 ലക്ഷം രൂപ കാണുന്നില്ലെന്നോ? എന്ത് നീ പറയുന്ന ഭാമേ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര അവിടെ കിടന്ന് അഭിനയിച്ച് തകർക്കുക. അപ്പോഴേക്കും ശ്രുതി 2 ലക്ഷം രൂപയോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നപ്പോഴത്തേക്കും ശ്രുതിക്ക് പരിപാടി കയറിയിട്ട് മിണ്ടാട്ടം പോലും മുട്ടിപ്പോയി. ഓയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ചാടി അങ്ങ് എഴുന്നേറ്റു. 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയൊന്നും അല്ലല്ലോ. എന്തൊരു കഷ്ടം എൻ്റെ പൊന്നു ദൈവമേ, കിട്ടുന്നത് കുറേശ്ശെ കൂട്ടി വെച്ച കാശല്ലേ അതെന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ ചോദിക്കുവാണേ ഫോണിലൂടെ. എടി, അത് നിന്റെ കാശല്ലേ എന്ന് ഭാമ തിരിച്ചു ചോദിക്കുന്നു. അതിന് നീ എന്തിനാ എൻ്റെ കാശെന്ന് പറയുന്നേ? ഇത്രയും കാശ് എന്തിനാ നീ വീട്ടിൽ സൂക്ഷിച്ച, ബാങ്കിൽ ഇടായിരുന്നില്ലേ എന്നൊക്കെ ചന്ദ്ര ചോദിക്കണം. സച്ചിക്ക് റൂട്ട് എങ്ങോട്ടോ പോകുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ നീ ഷെൽഫ് പൂട്ടിയിരുന്നില്ലേ ഭാമയെന്ന്? അപ്പോഴത്തേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു. ഇത് കേൾക്കുക കേട്ടോ. അപ്പോൾ രേവതിക്കൊന്നും മനസ്സിലായില്ല. രേവതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. അപ്പോഴത്തേക്കും ശ്രുതി പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുക. ചന്ദ്ര, ഞാനിപ്പോൾ എന്തെങ്കിലും പറയണോ എന്ന് ചോദിച്ചു. ആരെങ്കിലും വീട്ടിൽ വന്നിരുന്നോ? നന്നായി നീ ആലോചിക്കുക, ആരെങ്കിലും വന്നായിരുന്നോ? അപ്പോൾ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ശ്രുതി. രേവതിക്കൊരു കൂസലും ഇല്ലാതെ നിൽക്കുക, കാരണം അതിനറിയത്തില്ലോ. അപ്പോൾ വന്നിരുന്നല്ലേ എന്ന് പറഞ്ഞ് രേവതിയുടെ നേരെ നോക്കി. അപ്പോഴും ശ്രുതി പേടിക്കുകയാണേ, മൊത്തം ഇവരറിയത്തില്ലല്ലോ. അല്ല, നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു. രേവതി പൂ തരാൻ വേണ്ടി വന്നിരുന്നോ? അപ്പോഴേക്ക് രേവതിയുടെ കണ്ണിങ്ങനെ തള്ളി, സച്ചിയുടെ കണ്ണ് തള്ളി, അച്ഛൻ്റെ കണ്ണ് തള്ളി. അപ്പോഴേക്കും ശ്രുതിയുടെ മുഖത്ത് ചിരിയും വന്നു. അപ്പോൾ ഭാമയും അന്തം വിട്ടിങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്കും വർഷയും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വന്നു. എന്തു പറ്റി ആൻറ്റി എന്ന് ചോദിച്ചേ. എന്താ കാര്യം? അതുപിന്നെ ഭാമാൻ്റിയുടെ വീട്ടിൽ നിന്ന് 2 ലക്ഷം രൂപ മോഷണം പോയിന്ന്, അതിനെക്കുറിച്ച് ഭാമാൻ്റിയോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. ഒന്ന് മിണ്ടാരിടാ, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര സൂതിയോട് ദേഷ്യപ്പെട്ടു. ഭാമയൊന്നും മിണ്ടുന്നില്ല. രേവതി പൂ തരാൻ വന്നതിന് ശേഷം ടെറസിൽ ചെന്ന് ഡ്രസ്സ് എടുത്ത് റൂമിൽ കൊണ്ടുവച്ചല്ലേ? പാവം നമ്മുടെ രേവതിയും സച്ചി അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് ഓഹോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ തലയാട്ടുന്നു. കള്ളി അവിടെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുക. അതിനിപ്പോൾ എന്താ ഭാമ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? രേവതിയെ സംശയം ഉണ്ടെന്നോ? അപ്പോഴേക്കും രേവതി കണ്ണ് തള്ളി പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. രേവതി കള്ളിയാക്കി അവിടെ ഇരുന്ന് അച്ഛൻ വരെ അറിയാതെ എഴുന്നേറ്റ് പോയി ഈ ഒരു ഡയലോഗും കാര്യങ്ങളെല്ലാം കേട്ടിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണേ. ടാറ്റാ.